ഹലോ മുത്തുമണികളെ. അപ്പം ഞാൻ പിന്നെയും വന്നു. ഞാൻ എന്തിനാണ് വന്നത് എന്നറിയാമോ? ഞാൻ രണ്ട് കാലുകൾ കൊണ്ട് നന്നായി നടക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഭർത്താവ് വളരെയധികം സ്മാർട്ടായിട്ട് ഓടിച്ചാടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു 2.5-3 വർഷം, 2.5-2.25 വർഷമായിട്ടുണ്ടാവേ എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വരം പോയി. രണ്ടാമത് അദ്ദേഹത്തിന് നടക്കാൻ കഴിയാതെയായി. അദ്ദേഹം കിടക്കയിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരാൾ സഹായിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനായി. എൻ്റെ ഹസ്ബൻഡിന് ഈ ഒരു അവസ്ഥ വരുന്നതിന് മുന്നേ എനിക്ക് ഇതുപോലെ കാലുകൾ സുഖമില്ലാത്ത കിടക്കയിലായിരിക്കുന്ന 1-2 പേരെയൊക്കെ അറിയാം കേട്ടോ. അതിൽ എന്നെ ഭയങ്കരമായി സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്നേക്കാൾ ഏജിൽ താഴ്ച ഉള്ള വലിയ ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള തസ്ലീം മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ ഉടമയാണ്. ആ മോളെന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വൈകല്യമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല. ആ കുട്ടി അത്രയും വലിയ ഒരു കുറവ് കൂടെ ഉള്ളപ്പോഴും ഭയങ്കര പ്ലസൻ്റ് ആയിട്ടാണ് ആ കുട്ടിയുടെ ഓരോ വീഡിയോയിലും ആ ഒരു മോള് വീഡിയോ ചെയ്യുന്നത്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും, അല്ലെങ്കിൽ എനിക്കൊരു ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ പോലും നിലവിളിച്ചുകൊണ്ട് കരഞ്ഞലമുറയിട്ടുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്ന് അഭിനയങ്ങളുടെ ഘോഷയാത്രകൾ നടത്തുന്ന 10,000-കണക്കിന് ആളുകളെ നമുക്ക് യൂട്യൂബിൽ കാണാം. അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, എന്നെ ഭയങ്കരമായി മാനസികമായിട്ട് വേദനിപ്പിച്ച ഒരു വാക്ക്, അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ ഇന്ന് യൂട്യൂബിലൂടെ കേട്ടു. എന്താണത് എന്നുള്ളത് നിങ്ങളും ഒന്ന് കേൾക്കൂ. ഫർണിച്ചർ ഉൾപ്പെടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, പിന്നെ കഴപ്പളവും, പിന്നെ കാണിക്കുന്ന വേറെ പൊക്കത്തരങ്ങളായിരിക്കും. ഇനി ഇവള് ചെയ്യാൻ പോകുന്ന ഭിക്ഷ എടുപ്പാണ്. നോക്കിക്കോളൂ, അതാണ് നടക്കാൻ പോകുന്നത്. കടം വാങ്ങിക്കല്, കടം കൊടുക്കല്, പിന്നെ പലിശക്കെടുപ്പ്, പലിശ കൊടുക്കല് ഇത്യാദി കളികളൊക്കെ ചെയ്യുന്ന നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇവരൊക്കെ തിരിഞ്ഞു മാറി നിങ്ങളെ പച്ചപ്പൊക്കത്തരം പറയും. ഇവളുടെ വീട്ടിൽ ഇവളെ കാണാൻ ഞാൻ പോകുന്ന സമയത്ത് ഞാനൊരു 500 രൂപ കയ്യിൽ കൊടുത്തു. കയ്യിലൊരു മാങ്ങ ഉണ്ടായിരുന്നു, അതും കൊടുത്തു. അന്ന് അവള് വന്നിട്ട് വീട്ടിൽ വന്നല്ലേ, വീട്ടിനകത്ത് കയറുന്നില്ല, ഇല്ല കയറുന്നില്ല, പുറത്തു നിന്ന്. അപ്പൊ അവക്ക് വിഷമം തോന്നട്ടോ, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുക്ക്, അന്ന് വെള്ളം കുടിച്ചു എന്നാകട്ടെ, വെള്ളം കുടിച്ചത് വിളിച്ച് പറയുകയാണ്. ഈ മാനസികാവസ്ഥയുള്ള അത് വിളിച്ചത് കേട്ടില്ലേ, ഞൊണ്ടിക്കാലി എന്ന്. മനസ്സിലായില്ലേ? ഞാൻ ഇറങ്ങിയിട്ടില്ല, അവളെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നടക്കുന്ന എങ്ങനെയെന്ന് അവൾക്കറിയില്ല. എന്നിട്ടും മൊത്തം സോഷ്യൽ മീഡിയയിൽ ഞൊണ്ടിക്കാലി എന്ന് വിളിക്കുന്നുണ്ട്, അവളും ഞൊണ്ടിക്കാലി എന്ന് വിളിക്കുകയാണ്. സന്തോഷം, നല്ല കാര്യം, നല്ലതായിരിക്കട്ടെ, അവൾക്ക് ഈ കാലിനുണ്ട് വരാതിരിക്കട്ടെ. ഇതെനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. കാരണം എന്നെ അങ്ങനെ വിളിക്കുന്നവർക്കൊക്കെ ഞാൻ ആ മറുപടിയാ കൊടുക്കുന്നത്. അവൾ മാത്രമല്ല, ഒത്തിരി പെണ്ണുങ്ങൾ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ജയിക്കണ്ടേ, ഷെബീനായ ജയിക്കണ്ടേ, ഞൊണ്ടിക്കാലി അങ്ങനെ വിളിച്ചാൽ പോലെ. അതാ ഈ ഒരു കാര്യം ഈ ഷെഫീന താത്ത പറയുമ്പോൾ ഭയങ്കര കൂളായിട്ട്, ഭയങ്കര നോർമലൈസ് ചെയ്തിട്ട് ആണ് പറയുന്നത്. എന്നെ ഞൊണ്ടിക്കാലി എന്ന് വിളിച്ചു, അവർക്കങ്ങനെ വരാതിരിക്കട്ടെ എന്ന്. ശരിക്കും എനിക്ക് ഈ ഇത്താനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. എന്തെങ്കിലും മുജ്ജന്മ സുഹൃതം എന്നൊക്കെ പറയുന്നത് പോലത്തെ എന്തോ ഒരു ബന്ധമാണ്. എനിക്ക് ആക്ച്വലി ഞാൻ ഈ യൂട്യൂബ് മീഡിയ ശ്രദ്ധിക്കുന്നത് ഈ ഇത്താനെ ഒരു ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ ഇത്താനെ കാണുന്നത് തന്നെ. അതായത് നമ്മുടെ തനൂജയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുമ്പോഴാണ് ഞാൻ ഈ ഇത്താൻ്റെ ലൈവുകൾ ശ്രദ്ധിക്കുന്നത്. അതിലെ ഇത്താൻ്റെ ഒരു ഭാഷാശൈലി ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത് ആ ഒരു സമയത്താണ്. പക്ഷെ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ശത്രുതയായിട്ട് തോന്നിയ ഈ ഒരു പുള്ളിക്കാരി, അതായത് വെറുത്ത് 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 നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയവൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ആ ഒരു അവസ്ഥയിലുള്ള ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില വ്യക്തികൾ മാത്രമാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. അതിൽ എന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഈ ഷെഫീന താത്ത എന്ന് പറയുന്നത്. ഈ താത്ത കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് ഒരു പുള്ളിക്കാരിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിൽ പോയ സമയത്ത് ഈ പുള്ളിക്കാരിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള, വളരെ വൾഗറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ നാട്ടുകാർ ഈ ഇത്താനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഇത്ത ഇവരുടെ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ വെച്ച് കഴിഞ്ഞ നോമ്പിനാണ്. ഈ നോമ്പിൻ്റെ സമയത്ത് ഈ ഇത്താക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തത് അവർ വിളിച്ചു പറഞ്ഞു. ഒരു തവണയല്ല, 3-4 തവണ എൻ്റെ വീട്ടിൽ വന്ന് നോമ്പിൻ്റെ സമയത്ത് വെള്ളം കുടിച്ചില്ലേടി എന്നുള്ളത് ഒരുപാട് തവണ പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ ശരീര വൈകല്യത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം അത്രയും നോർമലൈസ് ചെയ്തിട്ട് ഇത്ത പറയുമ്പോഴും എനിക്കൊരു കാര്യം ഇതിൽ നിന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതായത് അത്രയേറെ ശാരീരികമായ വൈകല്യം മാത്രമല്ല ഈ പറയുന്ന പിന്നെ പാവപ്പെട്ട ഉമ്മയ്ക്കുള്ളത്. ശാരീരിക വൈകല്യങ്ങൾക്കും അപ്പുറം അവരുടെ മനസ്സിൻ്റെ വൈകല്യം എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നതിലും എത്രയോ മേലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പുള്ളിക്കാരി അവരുടെ വീട്ടിൽ നിന്നും ഈ ഷെഫീന താത്ത വെള്ളം കുടിക്കാനുണ്ടായ സാഹചര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് അവർ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അതിന് പകരമായിട്ട് ആ ഇത്ത കൊടുത്തത്, അതിന് പകരമെന്നല്ല, ഒരു സ്നേഹ സമ്മാനം എന്ന വണ്ണമാണ് അവരവരുടെ കയ്യിലിരുന്ന പൈസയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ഒരു മാങ്ങയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നീ നിമിഷം വരെയും നമുക്കറിയില്ലായിരുന്നു ഈ ഷെഫീന താത്ത കൊടുത്ത പൈസ എത്രയാണ് എന്നുള്ളതും ഷെഫീന താത്ത എന്തൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും. ഇന്നാണ് ഷെഫീന താത്ത അത് പറയുന്നത്. 500 രൂപയും ഒരു മാങ്ങയും ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇത്രയേറെ കണക്ക് പറയുന്ന പരമച്ചേറ്റ സ്ത്രീയെ, നീ വാങ്ങിച്ച് ഞണ്ണിയതുണ്ടല്ലോ, അതാ ഞൊണ്ടിക്കാലി തന്ന വകയാണ്. ഒരു മനുഷ്യൻ്റെ വൈകല്യത്തിനെ അപമാനിക്കണമെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അത് ആ ഇത്താൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിനെ ചെറുതായിട്ടെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന ഷെഫീന താത്തായുടെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നടക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. നടക്കും, പക്ഷെ കിതയ്ക്കും എന്നുള്ള ഒരു വിഷയമുണ്ട്. ബോഡി വെയിറ്റ് കൂടുതലായതുകൊണ്ടാണോ എന്തോ സംതിങ് വെയിറ്റ് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞൊണ്ടിക്കാലിയല്ല. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നറിയാമോ? എൻ്റെ ലൈഫിൽ എൻ്റെ ഹസ്ബൻഡിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായ ആ ഒരു സമയമാണ് ശരിക്കും നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് 2 കാലുകൾ കൊണ്ടും 2 കൈകൾ കൊണ്ടും 2 കണ്ണുകൾ കൊണ്ടും നമ്മുടെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള വൈകല്യങ്ങളും ഇല്ലാതെ ഒരു നോർമലായിട്ട് എണീറ്റ് നടക്കാൻ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു എൻ്റെ ലൈഫിൽ ആ കഴിഞ്ഞു പോയ കുറേ 2-2.25 വർഷം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഈ ഒരു വിഷയം പറയാനുള്ള റീസൺ, എൻ്റെ ലൈഫിൽ അതിന് ശേഷം ഞാൻ കണ്ടുമുട്ടിയ, എന്നെ സ്വാധീനിച്ച വ്യക്തികൾക്കൊക്കെയും തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് തന്നെ എനിക്ക് കോണ്ടാക്റ്റ് വന്നത് അല്ലെങ്കിൽ വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഇപ്പോൾ തസ്ലി മീഡിയ എന്ന് പറയുന്ന ആ ഒരു മകള്, അതുപോലെ ഷെഫീന താത്ത നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണ്. അതുപോലെ ഞാനിപ്പോൾ പോകുന്ന തയ്യക്കടയിലുള്ള സാറ്, അദ്ദേഹത്തിനും പിന്നെ അരയ്ക്ക് കീഴ്പോട്ട് ചലനശേഷി നഷ്ടപ്പെട്ട ഒരാളാണ്.
പക്ഷേ ഇവരൊക്കെയും തന്നെ എൻ്റെ കണ്ണിൽ വലിയ ഭാഗ്യം ചെയ്ത വ്യക്തികളാണ് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? എടാ, നമുക്ക് വൈകല്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വിധിയായിരിക്കാം. പക്ഷേ ഇവരുടെയൊക്കെ കൂടെ ചങ്കായി കൂടെ നടക്കുന്ന ഒരു വലം കൈയുണ്ട്. ഇപ്പോൾ എൻ്റെ തയ്യക്കടയിലെ സാറിൻ്റെ വൈഫ്, ഓഹ്, അമേസിങ് ക്യാരക്ടറുള്ള ഒരു സ്ത്രീയാണ്. അതുപോലെ ഷെഫീന താത്തയുടെ മകൻ, പറയാതിരിക്കാൻ സാധിക്കില്ല, അത്രയേറെ ക്ഷമയുള്ള ഒരു മകനാണ്. നമ്മളെ ഫിജോ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഷെഫീന താത്തയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. പക്ഷെ അവർ പോലും സമ്മതിച്ചിട്ടുണ്ട് ഈ ഷെഫീന താത്തയെ അവരുടെ മകൻ പൊന്നുപോലെയാണ് നോക്കുന്നത്. അത്രയേറെ കെയർ ചെയ്തിട്ടാണ് ആ മകൻ ആ ഉമ്മാൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ തസ്ലി മീഡിയയുടെ ഉമ്മ, അവർ അത്രയേറെ ത്യാഗം സഹിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. ഒരു മകളുടെ എനിക്കും കുറച്ച് മക്കളുണ്ട്. ഞാൻ ശരിക്കും എനിക്ക് നാളെ പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട്. എൻ്റെ മക്കൾ പഠിക്കും, എൻ്റെ മക്കൾ ഒരു ജോലിയിൽ വരും, ആരെയും ആശ്രയിക്കാതെ എൻ്റെ മക്കൾ ജീവിക്കുന്ന ഒരു കാലമുണ്ട് എന്നെനിക്ക് പ്രതീക്ഷിക്കാനുണ്ട്. പക്ഷെ അങ്ങനെ പോലും പ്രതീക്ഷിക്കാനില്ലാതെ ആ അമ്മ ആ മകളെ നോക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവരുടെയൊക്കെ ത്യാഗമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അത്രയേറെ ഇഷ്ടം അവരുടെ ആ ആളുകളിൽ ഇവർ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ കാലൊന്ന് കല്ലി തട്ടിയാൽ എൻ്റെ മനസ്സ് വേദനിക്കും. എവിടെയാണ് എന്താണ് എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിങ്ങനെ അയ്യോ, അത്രയേറെ എനിക്ക് ഭയങ്കരമായ മാനസിക പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ വൈകല്യത്തെ ആക്ഷേപിച്ച മഹതിക്ക് സ്വന്തം പെറ്റുമ്മാനെ പോലും കൂടെ നിർത്താൻ കഴിയാത്ത നിർഭാഗ്യവതിയായ സ്ത്രീ, 1 അല്ല 2 അല്ല 3 അല്ല 5 4 കല്യാണം കഴിച്ച്, നാലാമത്തത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടാ, 4 പങ്കാളികളും 10,000 കാമുകന്മാരുമായിട്ട് വിലസി നടന്നിട്ടും ഒരാളെ പോലും കൂടെ നിർത്താൻ കഴിയാത്ത മനസ്സിന് വൈകല്യം പിടിച്ച സ്ത്രീ. ആ മനസ്സിന് വൈകല്യം പിടിച്ച സ്ത്രീയാണ് ഇത്തരത്തിൽ ഇവരുടെ, അതായത് ഷെഫീന താത്തയുടെ വൈകല്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഒന്നും പറയാനില്ല എന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ അത്രയേറെ പറയും. കാരണം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും വളരെ പാവമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ അടുത്ത് ഇവൾ ഇങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിച്ചിട്ട് പോലും എന്നെയാണ് വിമർശിക്കേണ്ടത്. എന്നിട്ട് പോലും എന്നെ വിട്ടുവെച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിനെ എത്രയധികമാണ് പറഞ്ഞു തീർത്തത് എന്നുള്ളതാണ്. ഈ ഒരു പുള്ളിക്കാരൻ, ഈ 4ാമത്തെ ഒരു പുള്ളിക്കാരനുമായിട്ട് ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിനെ, അതുപോലെ ഈ ഷെഫീന താത്തേനെ ഒക്കെ എത്രത്തോളം അപമാനിച്ചിട്ടുണ്ട് സ്ത്രീയെ. നീ എത്രത്തോളം നിന്റെ മനസ്സിൻ്റെ വൈകല്യം എത്രത്തോളം വലുതാണ് എന്ന് തെളിയിക്കുന്ന തെളിവാണ് നീ ഇപ്പോൾ 2-3 ദിവസമായിട്ട്. അത് ആക്ടിങ് ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നിന്റെ നാവ് കൊണ്ട് തന്നെ പുറത്തു വരുമ്പോഴുണ്ടല്ലോ, ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിനത് ആനന്ദം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ജീവനെ പോലെ കരുതുന്ന എൻ്റെ പാർട്ട്ണറിനെ അത്രയേറെ നടക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് നീ ഓർക്കണം, അദ്ദേഹത്തിൻ്റെ വലവും ഇടവും ഇവിടെ അദ്ദേഹം സമ്പാദിച്ച സ്നേഹബന്ധങ്ങളുണ്ട്. അത്തരത്തിലൊരു സ്നേഹബന്ധം പോലും നിലനിർത്താൻ കഴിയാത്ത മനസ്സിന് വൈകല്യം പിടിച്ച സ്ത്രീയാണ് നീ എന്നുള്ളതാണ്. ഇത് പറയാതെ പോകുന്നത് ശരിക്കും ഈ പറയുന്ന ഷെഫീന താത്തയുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ സംസാരിക്കാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിന് വൈകല്യം പിടിച്ച സ്ത്രീയെ ഒരാളെയെങ്കിലും, നിന്റെ മക്കളിൽ ഒരാളെയെങ്കിലും നിനക്ക് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുമോ? നീ കൂടെ നിർത്തി കാണിക്ക്. നിന്റെ പെറ്റുമ്മാനെ, നിന്റെ ഉപ്പാനെ, നിന്റെ കൂടെ പിറന്ന നിന്റെ സഹോദരങ്ങളെ, നിന്റെ അയൽക്കാരെ, നിന്റെ നാട്ടുകാരെ, നിന്റെ മഹല്ലുകാരെ
ഒരാളെയെങ്കിലും നിനക്ക് നിന്റെ കൂടെ നിർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ സ്ത്രീയെ? ഇനിയും നിനക്ക് അവസരമുണ്ട്. നിന്റെ മക്കളിൽ ഏതെങ്കിലും ഒരാളെ നീ നിന്റെ കൂടെ നിർത്തി കാണിക്ക്. ജന്തു.